സംശയാത്മാ വിനശ്യതി എന്ന ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. സംശയമുള്ളവർക്ക് നാശമാണുള്ളതെന്ന്. സംശയം എളുപ്പം കയറി വരാവുന്ന ഒരു വികാരമാണ്. എന്നാൽ പരസ്പരമുള്ള ധാരണ അത് കടന്നു വരണമെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഭാര്യ തന്റെ ഓഫീസ് വിശേഷങ്ങൾ ഭർത്താവിനോടും തന്റെ ഓഫീസ് വിശേഷങ്ങൾ ഭർത്താവ് ഭാര്യയോടും പങ്കുവെക്കുകയാണെങ്കിൽ പരസ്പരം ഒരു ധാരണ അവർക്ക് ഉണ്ടാവുന്നുള്ളതിൽ സംശയമില്ല. ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ അത് ഇന്ന് വളരെ കൂടി വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ഉണ്ടാകുന്ന അന്തരീക്ഷങ്ങളായിരിക്കാം ഒരുപക്ഷെ സംശയങ്ങളിലേക്ക് ഇടവരുത്തുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ, അതുപോലെ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് വേണ്ടത്ര സുഖം കിട്ടുന്നില്ലെങ്കിൽ, അപ്പോ തന്റെ ഭാര്യയെ തനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമോ ഭാര്യ മറ്റൊരാളിലേക്ക് തിരിയുന്നതെന്ന സംശയം ഭർത്താവിനും, അതുപോലെ താൻ വേണ്ടത്ര സന്തോഷിപ്പിക്കാത്തത് കൊണ്ടായിരിക്കോ അല്ലെങ്കിൽ അയാൾക്ക് സുഖം കിട്ടാത്തത് കൊണ്ടായിരിക്കോ അയാൾ മറ്റൊരു സ്ത്രീയിലേക്ക് തിരിയുന്നെന്ന സംശയം ഭാര്യയ്ക്കും സ്വാഭാവികമായിട്ടുണ്ടാവാം. ഇവിടെയൊക്കെ ചില മാറ്റങ്ങൾ സ്വയം മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതൊക്കെ മനസ്സിന്റെ ചില പ്രതീക്ഷകളും മനസ്സിന്റെ വൈകല്യങ്ങളുമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ, അതായത് മറ്റൊരു പ്രതിപുരുഷനുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് ഭാര്യയ്ക്ക് അയാളോട് ഒരു ആദരവുണ്ടാക്കും. എന്നാൽ ഭർത്താവിനോടൊന്നും പങ്കുവെക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ഡിപ്രഷൻസ്, അപ്പൊ അത് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് കാണിക്കുകയും ചെയ്യും, നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിലില്ലേ. അതുപോലെ തന്നെ ഭാര്യ തന്നെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നേക്കാളും നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന എത്രയോ സ്ത്രീകൾ ലോകത്തിലുണ്ടെന്ന്. അങ്ങനെയുള്ള ചില ചിന്തകൾ പറയുമ്പോഴാണ് ഈ സംശയങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പരമുള്ള ഒരു സ്നേഹബന്ധം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആത്മീയതയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരീരം പങ്കുവെക്കുന്നതല്ല ജീവിതം, അത് അതിന്റെ ഒരു ഘടകം മാത്രമാണ്. അതിലുപരി മനസ്സിനെ പരസ്പരം ഉയർത്തിക്കൊണ്ട് വാർദ്ധക്യം എന്നൊരു അവസ്ഥയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ആ ഒരു ഉന്നതിയിൽ നല്ല കുട്ടികൾ ഉണ്ടാവണം. അങ്ങനെ ഉയരും തോറും രണ്ടുപേരും ആത്മീയമായി ഉയരുമ്പോൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഒരേ ഊർജത്തിൽ നിന്നാണെന്നും ആത്മീയ ഊർജത്തിൽ നിന്നാണെന്നും അവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നും, മനസ്സിന് ആണെന്നും പെണ്ണെന്നുള്ള വികാരങ്ങളുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ആണും പെണ്ണും അല്ലെന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഉയരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൈകല്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. കുറെയൊക്കെ നമുക്ക് സൈക്കോളജിക്കലി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാലും ഇത് വീണ്ടും വീണ്ടും വരും. കാരണം മനുഷ്യ മനസ്സെപ്പോഴും തൃപ്തി വരാത്തൊരു സാധനമാണ്. എത്ര കിട്ടിയാലും അനുഭവിച്ചാലും തൃപ്തി വരില്ല. പുതിയത് ആവർത്തിക്കണം.